ഒരുപാട് ക്ഷമിച്ച ഒരു മനുഷ്യനെ പിന്നെയും നോവിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക. ഒരിക്കലും തിരിച്ചെടുക്കാനാവാത്ത വിധം, ഒരിക്കലും കണ്ടുമുട്ടാനാവാത്ത വിധം ആ മനുഷ്യൻ നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയേക്കാം. എത്രത്തോളം ക്ഷമിച്ചു എന്നതിന് അത്രത്തോളം നിങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചു എന്നുകൂടി അർത്ഥമുണ്ട്. ആ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട മനുഷ്യന് അവിടെ നിന്ന് ഒരു ഇറങ്ങിപ്പോക്ക് അനിവാര്യമാണ്. നമ്മൾ ആർക്കു വേണ്ടിയാണോ സാക്രിഫൈസ് ചെയ്യുന്നത് അവർ വളർന്നുകൊണ്ടേയിരിക്കും. കുറേ വർഷം കഴിഞ്ഞ് അവർ നമ്മളോട് ചോദിക്കും, നീ എന്തു ചെയ്യുകയായിരുന്നു? വിജയം എന്നത് യാദൃശ്ചികമല്ല. അത് കഠിനാധ്വാനവും നിരന്തര പ്രയത്നവും അറിവും ത്യാഗവും സ്നേഹവുമാണ്. അതിലെല്ലാം ഉപരി ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള സ്നേഹവുമാണ്. നമ്മളെ മനസ്സിലാക്കാത്തവരോട് വാക്കുകൾ കൊണ്ട് പൊരുതുന്നതിനേക്കാൾ നിശബ്ദമായി കടന്നു പോകുന്നതാണ് നല്ലത്. വീണ്ടും വീണ്ടും സംസാരിക്കാൻ ശ്രമിച്ച് കോപത്തിന്റെ ആഴം കൂട്ടാമെന്നല്ലാതെ നമ്മൾ പറയുന്നതൊന്നും ആർക്കും മനസ്സിലാവണമെന്നില്ല. നിരാശപ്പെടേണ്ട. നമ്മൾ ഇന്ന് മറികടക്കുന്ന ഓരോ വേദനയും നാളെ നമുക്ക് വളരാൻ വേണ്ട കരുത്തു നൽകും. ഈശ്വരൻ നൽകിയതാണ് ഈ ജീവിതം. അതിലുറച്ചു വിശ്വസിക്കണം. എവിടെയാണോ ജീവിക്കുന്നത് അവിടെ മനോഹരമാക്കണം. അതിനുള്ള കഴിവും ബുദ്ധിയും ഈശ്വരൻ നമുക്ക് തന്നിട്ടുണ്ട്. എത്ര വലിയ അഗാധമായ സ്നേഹമാണെങ്കിലും മരിച്ചു 3 നാൾ കഴിഞ്ഞാൽ വീട്ടിൽ കളിയും ചിരിയുമായിട്ടുണ്ടാകും. ഇതാണ് സ്നേഹമെന്ന അഭിനയവും മറവി എന്ന അനുഗ്രഹവും. സംസാരം തുടങ്ങുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ചിന്തിക്കുക. അതിൽ നന്മയുണ്ടെന്ന് തോന്നുന്നുവെങ്കിൽ മാത്രം സംസാരിക്കുക, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക.